എന്താ ഗംഗെ? വാതിൽ തുറന്നു വെച്ചിട്ടാണോ ഡ്രസ്സ് മാറുന്നത്? ആ CCTV ഫിറ്റ് ചെയ്തതിന്റെ പണം ഇവിടുന്ന് വാങ്ങിച്ചോളാൻ അരുൺ പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നേ. മോള് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നാൽ മതി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സ്വത്ത് മോഹിച്ച ഇവിടെ വന്നത്. ഇപ്പൊ മോഹം തോന്നാൻ മറ്റൊരാളും കൂടിയുണ്ട്. സ്വത്ത് കൈക്കലാക്കുന്നതിന്റെ ഒപ്പം ഇവിടെയും കൂടെ സ്വന്തമാക്കിയിട്ടാണ് ഇവിടുന്ന് പോവാൻ. ഏട്ടത്തി, കാപ്പി കുടിക്കുകയാണല്ലേ? കുടിക്ക് കുടിക്ക്. ഇങ്ങോട്ടിരിക്കൂ. ഇരിക്കാം. ഇന്ന് ഞാൻ ഏട്ടത്തിയുടെ കൂടെ തന്നെ ഇരുന്ന് ബർമയിൽ ഏട്ടനെ കണ്ടത് മുതൽ ഏട്ടത്തി അമ്മയെ കല്യാണം കഴിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇതാകെ പുലിവാലാകുമല്ലോ ഈശ്വര. ഇവളോട് ഇനി എന്തൊക്കെ നുണക്കഥകളാ പറയണ്ടേ? പറയേടത്തി, എന്റെ ഏട്ടൻ ഏടത്തിയെ എവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടത്? എന്റെ ഏട്ടൻ ഏട്ടത്തിയോട് ഇംപ്രഷൻ ഉണ്ടായത് എങ്ങനെയാ? എവിടെ വെച്ചായിരുന്നു നിങ്ങൾ കല്യാണം കഴിച്ചത്? വലിയ CD പോലെയാണല്ലോ ഇവളെ ചോദ്യങ്ങള്. എന്ത് പറഞ്ഞാ ഇവിടുന്ന് ഒഴിവാക്ക? ഏട്ടത്തി, ഒന്ന് പറ. എടി ബർമ്മക്കാരി, എന്റെ ചോദ്യങ്ങൾക്ക് നിനക്ക് മറുപടി തരാൻ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നേ. നിന്റെ ഈ കൊള്ളനോട്ടം കാണുമ്പോഴേ അറിയാം നീ മഹാ ഫ്രോഡാണെന്ന്. നിന്നെ കൊണ്ട് തന്നെ നീ ആരാണെന്ന് ഞാൻ പറയിപ്പിക്കൂടി. നിന്റെ കള്ളി വെളിച്ചത്താവുന്ന സമയത്ത് തന്നെ ദേ അരുണം വന്നു. ഇതോടെ നിന്റെ അവസാനടി. എന്റെ ഏട്ടത്തി, ഒന്ന് വേഗം പറ. എന്റെ ഏട്ടന്റെ കൂടെ ബർമയിലുണ്ടായിരുന്ന ജീവിതത്തെ പറ്റി പറയ്. എന്റെ ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് അറിയാനാ. ഒരിക്കലാക്കാമെന്നാണ് നിന്റെ വിചാരം അല്ലേ? നിന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ബർമയിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായി എനിക്ക് വല്ലാതെ കൊതിയാവുന്നു ഏട്ടത്തി. ഒന്ന് വേഗം പറയ്. ചോദിച്ചത് കേട്ടില്ലേ? എന്തു പറ്റി? എന്തിനങ്ങനെ കരയുന്നേ? അയ്യോ ഏട്ടത്തി, അമ്മേ, എന്താ അമ്മേ, എന്താ ഉണ്ടായേ? എന്തിനാ കരയുന്നേ? എനിക്ക് ഈ വീട്ടിൽ ഇനി കഴിയാൻ പറ്റില്ല മോനെ. ഇപ്പൊ തന്നെ ഞാൻ ബർമയ്ക്ക് തിരിച്ചു പോവാ. എന്താ അമ്മേ സംഭവിച്ചത്? നമുക്ക് എന്താ ഇവിടെ ഒരു കുറവുള്ളത്? ഈശ്വര, ഇവളിങ്ങനെ കരഞ്ഞു കരഞ്ഞ് എന്നെ വെട്ടിലാക്കുവോ? ഈ ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ ഈ വീട്ടിലുള്ളവര് നിന്റെ അച്ഛനെ കുറിച്ച് അടിക്കടി ഓർമ്മിപ്പിച്ച് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കാം മോനെ. എടി മഹാപാപി, നീ എനിക്കിട്ട് പണിയാ നോക്കണോ? എനിക്ക് നിന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് തോന്നാ മോനെ. അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരാ അമ്മയോട് പെരുമാറിയത്? ഞാൻ അവരോട് സംസാരിക്കാം. ദേവി എന്നോടോ സംസാരിച്ചത്? എന്റെ ദൈവമേ, ഇനിയിപ്പൊ എന്താ ചെയ്യും? ആന്റി അവിടെ നിൽക്ക്. എന്താ അരുൺ? ആന്റി, അമ്മ ഇപ്പോഴും അച്ഛന്റെ വേർപാടിലുള്ള ദുഃഖത്തില്ല.
മോനെ. അച്ഛനുണ്ടായിരുന്ന വീട്ടിൽ കഴിഞ്ഞ മനസ്സിനോട് സമാധാനം കിട്ടുന്നു കരുതിയാ ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നാ നിങ്ങള് അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ച് ബർമയിലേക്ക് തിരിച്ചു പോകുന്ന അമ്മയെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അല്ല അരുൺ, ഞാൻ പിന്നെ ഏട്ടന്റെ കാര്യം. ഇങ്ങോട്ടൊന്നും പറയേണ്ട കാര്യമില്ല, പ്ലീസ്. ഞാൻ ഈ പറയുന്നത് ആന്റി നന്നായിട്ട് കേൾക്ക്. ഞാൻ ഇവരെ അന്യായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എന്റെ അമ്മയെ പോലെ കാണുന്നത്. എന്റെ അമ്മ മനസ്സ് വിഷമിച്ച് കണ്ണു നിറയുന്നതിന് ആന്റി ഒരു കാരണക്കാരിയായിരുന്ന. ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു കരുതണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്റെ അമ്മ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് കാണുന്നത് ഇനി ഒരിക്കലും ഉണ്ടാവാനിടയാവരുത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ സംഭവിച്ച ആന്റി അന്നൊന്നും ഞാൻ നോക്കില്ല. അത് പോട്ടെ മോനെ, അവളെ ഇനി വഴക്ക് പറയണ്ട. എത്രയൊക്കെയാണെങ്കിലും അവള് നിന്റെ അച്ഛന്റെ കൂടെപ്പിറപ്പായി പോയില്ലേ? ഞാൻ കാരണം അവർക്കൊരു കഷ്ടം ഉണ്ടാവരുത്. ഇത് കണ്ടില്ലേ? ഇത്രയേറെ വിഷമത്തിലായിരുന്നിട്ടും നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകരുതെന്ന് അമ്മ കരുതുന്നത്. ആ മനസ്സ് മനസ്സിലാക്കിയിട്ടാ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനം ഇവർക്ക് കൊടുത്തത്. അമ്മയുടെ സ്ഥാനോ? ഇനി ഈ വീട്ടിൽ നിങ്ങൾ ആരെ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും എന്റെ അമ്മയെ ബഹുമാനിച്ചേ മതിയാവും. എന്റെ അമ്മയോട് മര്യാദ ഇല്ലാതെങ്ങാനും പെരുമാറിയ അരുൺ ആരാണെന്ന് ആന്റി അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ വാ. അയ്യോ, ഇവള് പറഞ്ഞത് അവൻ വിശ്വസിച്ചോ? ആ ബർമാക്കാരി അരുണിനെ കൊണ്ട് നിന്നെ വഴക്ക് പറയിപ്പിച്ചെന്നോർത്ത് വിഷമിക്കണ്ട. നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഒന്ന് കൈ കിട്ടിക്കോട്ടെ. അത് വെച്ച് വേണം ഇവള് സീതാലക്ഷ്മി അല്ലെന്ന് തെളിയിക്കാൻ. എന്നിട്ട് അരുണിനോട് പറഞ്ഞ് അവളെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാം. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നില്ലേ. ഇതുവരെ ആ ഫോട്ടോ ഒന്ന് കയ്യിൽ കിട്ടിയില്ലല്ലോ. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കെ. ആ സത്യനാരായണൻ നമ്മുടെ കൊട്ടാരത്തിനുള്ളിൽ ക്യാമറ വെച്ചപ്പോ മുതല് എനിക്കും അവനെക്കുറിച്ച് ഒരു സംശയമുണ്ട്. ഞാൻ ആ ഫോട്ടോ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ആ ഫോട്ടോയ്ക്ക് കിട്ടി വരുമ്പോഴേക്കും അവരുടെ അരുണിനെ കയ്യിലെടുത്ത് അവരുടെ കാര്യം സാധിച്ചിട്ടുണ്ടാവും. 24 മണിക്കൂർ ഇവിടെയുള്ള എന്റെ മാധവേട്ടന് ഒരു സ്ഥാനവും ഇല്ല. എന്നാ ഇന്നലെ വന്ന സത്യനാരായണന് ഓരോരോ കാര്യങ്ങൾക്കും മാമാ മാമാന്നും വിളിച്ച് പുറകെ നടക്കുക. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ സത്യനാരായണൻ നമ്മളെ അടിച്ചു പുറത്താക്കും. അതിനു മുൻപ് നമ്മൾ എന്തേലും പ്ലാൻ ചെയ്ത് അവരെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള വഴി നോക്കണം. എന്താ വേണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ആലോചിച്ച് പറ. നമുക്ക് ഇങ്ങനെ ചെയ്താലോ? എന്ത് ചെയ്യാന്ന്? നമ്മുടെ ആഭരണങ്ങളെല്ലാം എടുത്ത് സത്യനാരായണന്റെ റൂമിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ടത് കാണുന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ച് അവന്റെ റൂമിൽ പോയി ആഭരണങ്ങൾ എടുക്കുമ്പോ അയാൾ കുറ്റക്കാരനാവില്ലേ? അപ്പൊ അരുൺ തന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളൂ. അങ്ങനെ എടുത്തിയാടൊന്നും ചെയ്തേക്കില്ലേ അമ്മേ? അയാള് ബുദ്ധിപൂർവ്വം ഈ കൊട്ടാരം മുഴുവൻ ക്യാമറ വെച്ചത് കണ്ടില്ലേ? അമ്മ അങ്ങനെ ആഭരണം കൊണ്ട് വെച്ചു കഴിഞ്ഞാ ക്യാമറ ഫുട്ടേജ് അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അതേ മോനെ, ഇക്കാര്യം ഞാൻ ആലോചിച്ചില്ലല്ലോ. വേറെ എന്തോ ഒരു വഴി അവരെ ഇവിടുന്ന് ഓടിക്കാൻ. എനിക്ക് ഒരു 2 ദിവസം സമയം താ. സൂപ്പർ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആ, എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറയുന്ന പോലെ ചെയ്താ അരുൺ തന്നെ ഇവിടുന്ന് ബർമ ഗ്രൂപ്പിനെ അടിച്ച് പുറത്താക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയുള്ള എന്ത് പ്ലാനാടി നിനക്ക്? ആ, അതൊക്കെ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സത്യനാരായണനെ വെച്ചല്ലേ നീ പ്ലാൻ ചെയ്തിരിക്കുന്നേ. നീ ഈ പറയുന്നൊക്കെ അവൻ കേൾക്കുമെന്ന് കരുതുന്നുണ്ടോ? അവൻ അതൊക്കെ കേട്ടോളും. ബർമ്മയിൽ നിന്ന് വന്ന കൂട്ടരെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഓടിച്ചിരിക്കും.
ഗംഗേ, ഞാൻ നിന്നെ അന്വേഷിക്കായിരുന്നു. രുക്മിണി ചേച്ചിക്ക് കാലുവേദനയത്രേ. ഒന്ന് ചെന്ന് കുഴമ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, ഇപ്പൊ സമയമില്ലല്ലോ ആന്റി. അവരാദ്യമായിട്ടല്ലേ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നേ. അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുക. ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തിരുമ്പി തരാന്ന് പറഞ്ഞേക്ക്. ആ, വരത്തര നോക്കുന്നതാണോ പ്രധാനം? നമ്മുടെ ചേച്ചിയെ നമ്മളല്ലേ നോക്കണ്ടേ? നീ ആദ്യം കുഴമ്പിട്ട് കൊടുക്ക്, അതിനുശേഷം മതി പാചകമൊക്കെ. അയ്യോ, അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകും. ഒരു ഇത്തിരി നേരം ലേറ്റ് ആയിന്ന് വെച്ച് അപ്പോഴേക്ക് എന്താ അവര് ചത്തുപോവോ? ഒന്ന് പതുക്കെ പറ, അവരെങ്ങാനും കേട്ടാലോ? അതിന് ഞാനെന്തിനാ പേടിക്കുന്നേ? അവര് കേട്ടാൽ എനിക്ക് ഒരു ചുക്കുമില്ല. നീ ഇപ്പൊ തന്നെ പോയി ചേച്ചിക്ക് കുഴമ്പിട്ട് കൊടുക്ക്, മനസ്സിലായോ? ചെല്ലേ. രുക്മിണി അമ്മയെ ചാക്കിലാക്കാൻ പറ്റിയ നല്ല അവസരം അത്. അവർക്ക് എന്നോട് സഹതാപം ഉണ്ടായ ഇവിടെ പിടിച്ചു നിൽക്കാൻ എളുപ്പവും. അവർക്ക് കുഴമ്പ് തേക്കാൻ പോകുന്നത് ഞാനാ. ഗംഗേ, എന്താമ്മേ, കഴിക്കാൻ എന്തെങ്കിലും? എനിക്കൊന്നും വേണ്ട. കുറച്ചു നേരം മുമ്പ് ദേവി നിന്നോട് പറഞ്ഞോക്കെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. അമ്മ അവരെ തെറ്റിദ്ധരിക്കരുത്. ആന്റിയുടെ സ്വഭാവം തന്നെ അങ്ങനെയാ. അവര് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ആദ്യം നമ്മള് വീട്ടിലെ പ്രായമായവരുടെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ തന്നെ പോയി രുക്മിണി അമ്മയ്ക്ക് കുഴമ്പ് തേച്ചു കൊടുത്തോളാം മോളെ. അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ? ഇതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്കും മുട്ടുവേദന വരാറുള്ളതുകൊണ്ട് ബർമയിൽ നിന്ന് ഒരു സ്പെഷ്യൽ കുഴമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തന്നെ പോയി തേച്ചു കൊടുത്തോളാം. എന്റെ ബോറടി മാറിക്കിട്ടും. ചേച്ചിക്ക് അതൊരു നല്ല സഹായമാവും. ശരി, അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ എന്ത് പറയാനാ? ആന്റിക്ക് സന്തോഷാവും. ശരി, ഞാനെന്നാ റൂമിൽ പോയി കുഴമ്പെടുത്തോണ്ട് പോട്ടെ. ഞാൻ അപ്പോഴേക്കും ജോലിയൊക്കെ തീർക്കട്ടെ. മുട്ടുവേദനിക്കുന്ന ആ ദേവിയോട് ഞാൻ പറഞ്ഞിട്ട് എത്ര നേരമായി. ആ വെളിവില്ലാത്ത ദേവി അത് ഗംഗയോട് പോയി പറഞ്ഞിട്ടുണ്ടാവോ എന്തോ. ഗംഗ ഇതുവരെ കണ്ടില്ലല്ലോ. ഇവളെന്തിനാ കുഴമ്പുമായിട്ട് ഇങ്ങോട്ട് വരുന്നേ? ഇവളെന്തിനാ കുഴമ്പുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്? ചേച്ചിക്ക് മുട്ടുവേദനയാന്നറിഞ്ഞു. ഇത് ഞാൻ ബർമയിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടുവേദനയ്ക്കുള്ള സ്പെഷ്യൽ കുഴമ്പാ. ചേച്ചിയുടെ കാലിൽ ഞാനിത് തേച്ചു തരട്ടെ. നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? ഗംഗയാണ് ഇതൊക്കെ ചെയ്യാറ് പതിവ്. ആര് തേച്ചാൽ എന്താ ചേച്ചി? വേദന മാറി കിട്ടിയ പോരെ? ഈ സ്പെഷ്യൽ കുഴമ്പ് കാലിലൊന്ന് വെറുതെ തേച്ചാ മതി, വേദന പറന്നു പൊക്കോളും. ഈ കുഴമ്പിന് അത്ര വലിയ ശക്തിയാണോ? ഞാൻ തേച്ചു തരാം. എന്നിട്ട് ചേച്ചീനെ കണ്ടോ വേദന എങ്ങനെയാ പോകുന്നതെന്ന്? എന്നാ ശരി, നീ പറഞ്ഞതല്ലേ, ഒന്ന് തേച്ചു തന്നെ. ആ ശരി. രാജേട്ടൻ ബർമയിൽ വരുമ്പോഴൊക്കെ ചേച്ചിയെ പറ്റി എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഈ കൊട്ടാരത്തില് എന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴും ചേച്ചി അതിന്റെ തലപ്പത്തുണ്ടാവുന്ന പറഞ്ഞിട്ടുള്ളത്. എന്നെ പറ്റി അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്നെക്കുറിച്ച് അവൻ എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അത് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ. എന്തിനാ നീ അങ്ങനെ പറഞ്ഞേ? കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മറ്റാർക്കും അറിയില്ലായിരുന്നല്ലോ. എന്നെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്നത് ഒരു പക്ഷെ അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. രാജശേഖരന് വേണ്ടി നീ വലിയ ത്യാഗം തന്നെയാ ചെയ്തത്. അല്ല, അവനെ അവസാനമായിട്ട് എപ്പോഴാ നീ കണ്ടത്? അവസാനം കണ്ടത് മാലതിയുടെ പിറന്നാളിന്റെ അന്നാ.
അന്ന് അദ്ദേഹം ബർമ്മയ്ക്ക് വന്നിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തന്നുകൊണ്ട് അദ്ദേഹം അവളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടത്തിയത്. അന്ന് പോയ ആളാ. അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രല്ലേ ഉള്ളൂ. ശരി ശരി, കരഞ്ഞിട്ട് എന്താ പ്രയോജനം? കുഴമ്പ് തേച്ചത് മതി മോളെ. ഇനി ഞാൻ പെരട്ടിക്കോളാം. പൊയ്ക്കോ. ശരി ചേച്ചി. ചേച്ചി, ഈ തുണികളൊക്കെ താഴെ കിടക്കാണല്ലോ. ഞാൻ അടുക്കി വെച്ചിട്ട് പോട്ടെ? അതൊക്കെ ആ വേലക്കാരി എടുത്തു വെച്ചോളും. നീ ഇപ്പൊ പൊയ്ക്കോ. ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ തന്നെ എടുത്ത് അടുക്കി വെച്ചോളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ ഇനി നിന്റെ ഇഷ്ടം. ഇതുവരെ അടുക്കി കഴിഞ്ഞില്ലേ? ഇതാ ഇപ്പൊ തീരും ചേച്ചി. ശരി ശരി, നീ പോകുമ്പോ കഥ ഒന്ന് ചാരിയിട്ട് പോണേ. ആ ശരി ചേച്ചി. കഴിഞ്ഞില്ലേ ഇത്ര ഇത് നേരമായിട്ടും? കഴിഞ്ഞു ചേച്ചി. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പോവാ. ലക്ഷ്മി, നീയല്ലേ എന്നോട് പറഞ്ഞത് നിനക്ക് സുഖമില്ലെന്ന്? അപ്പൊ പിന്നെ എന്തിനാ തുണി അലക്കാൻ നിൽക്കുന്നേ? ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. റെസ്റ്റ് എടുക്കണ്ടേ ലക്ഷ്മി? ശരി, വന്നതോ പോട്ടെന്ന് വെക്കാം. ഇത്രയും പാടുള്ള ജോലിയൊക്കെ ചെയ്യണമായിരുന്നു നിനക്ക്. തുണികളൊക്കെ അയല് വിരിച്ചിട്ടിട്ട് ഞാൻ റെസ്റ്റ് എടുത്തോളാം ചേച്ചി. വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ തന്നെ വീട്ടിൽ പോ നോക്ക്. വേണ്ട ചേച്ചി, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്കിതൊക്കെ ശീലമുള്ളതല്ലേ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. നീ വീട്ടിൽ പോ നോക്ക്. ദാ, എത്രയും വേഗം നീ ഡോക്ടറെ പോയി കാണാം. ശരി ചേച്ചി. ഗംഗേ, എന്താ ഗംഗേ നീ ഇതൊക്കെ ചെയ്യുന്നേ? അത് ലക്ഷ്മിക്ക് തീരെ സുഖമില്ല. ഞാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നീ ആരെയാ നോക്കുന്നേ? ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരും എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളേ? ഇല്ല, ആരും ഉണ്ടായിരുന്നേട്ടാ. എവിടെയാ ഉള്ളത്?